Hello guys, thanks for checking back on my channel, Mr. Chef. ആദ്യം തന്നെ എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കുറേ കമൻറ്റ്സ് നമുക്കൊരു പുതിയ ഡിഷസ് ചെയ്തു തരാമോ എന്ന് ചോദിച്ച് കുറേ റിക്വസ്റ്റ് ആയിരുന്നു. അതിലൊരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞത്, ഞാൻ വെജിറ്റേറിയൻ ആണ്, ആൾ വെജിറ്റേറിയൻ അല്ലാണ്ട് വേറെ ഒന്നും കഴിക്കില്ല, ആൾക്കൊരു നല്ലൊരു ഡിഷ് നമ്മളുടെ ചാനലിലൂടെ പരിചയപ്പെടുത്താവുന്നതാണ് ആ കമൻറ്റ് വന്നത്. അതുമാതിരി തന്നെ നോയമ്പ് കാലത്ത് കഴിക്കാൻ പറ്റിയൊരു വെജിറ്റേറിയൻ ഡിഷ് സജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ച് വേറൊരു കമൻറ്റ്സ് കിട്ടി. ഒരു നല്ല വെജിറ്റേറിയൻ ഡിഷിനെ കുറിച്ച് ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ മൈൻഡിലേക്ക് ആദ്യം വന്നത് സോയാബീനാണ്. എന്തുകൊണ്ടാണ് ഞാൻ സോയാബീൻ സെലക്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ, പ്രോട്ടീനാണ്, മസിൽ ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു, അതുമാതിരി നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ ആക്ടിവിറ്റീസിന് ഹെൽപ്പ് ചെയ്യുന്നതായിട്ടുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് പ്രോട്ടീൻ. വെജിറ്റബിളിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ സോഴ്സ് ഉള്ളത് സോയാബീനാണ്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് നോയമ്പുള്ളവർക്കും അതുമാതിരി വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ സോയാബീൻ്റെ ഒരു ടേസ്റ്റി ആയിട്ടുള്ളതും അതുമാതിരി തന്നെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷ് ഡെഡിക്കേറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ നമുക്ക് ആവശ്യമായുള്ള മിസംബ്ലേഴ്സ് നമുക്ക് റെഡിയാക്കി വെക്കാം. ഞാൻ എപ്പോഴും പറയുന്ന മാതിരി ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ഷാർപ്പ് നൈഫ്. ഗാർലിക്ക് നല്ല രീതിയിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഫൈൻ ചോപ്പ് ചെയ്ത് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. ജിഞ്ചറും അതുമാതിരി തന്നെ വളരെ ചെറുതായിട്ട് നമുക്ക് ഫൈൻ ചോപ്പ് ചെയ്തെടുത്ത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. മീഡിയം സൈസിലുള്ളൊരു 1.5 ടൊമാറ്റോ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കാം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു 1.5 ഒനിയൻ നമ്മൾ സ്ലൈസ് ചെയ്താണ് ഈ ഡിഷിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും നമ്മളിവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് സോയാബീൻ ബോയിൽ ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് വെള്ളം എടുത്ത് നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം. അതിലേക്ക് നമുക്ക് സോയാബീൻ ബോയിൽ ചെയ്യാനായിട്ട് ഇടാം. 250 ഗ്രാം സോയാബീനാണ്. സോയാബീൻ ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാം. ഉപ്പിട്ടതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കരുത്. ഇത് ബോയിൽ ആകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഗൈസ്, നമ്മളുടെ സോയാബീൻ ഇവിടെ നല്ല രീതിയിൽ ബോയിൽ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ മുകളിൽ കാണുന്ന പത അത് നമുക്കൊന്ന് എടുത്തു മാറ്റണം. ഇതിന് പറയുന്നത് സ്കം എന്നാണ്. നമ്മളുടെ ഇതിനുള്ളിലുള്ള ഇമ്പ്യൂരിറ്റീസ് എല്ലാം ബോയിലായി കഴിയുമ്പോൾ മുകളിലേക്ക് വരും. ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. സോയാബീൻ ഇവിടെ നല്ല രീതിയിൽ തിളച്ച് ഒരു 5 മിനിറ്റ് നേരം നമ്മൾ നല്ല രീതിയിൽ ബോയിൽ ചെയ്ത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സ്പൈസസും പ്ലസ് നമ്മളുടെ ഗ്രേറ്റഡ് കോക്കനട്ടും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് പൊടിച്ചെടുക്കാം. സ്പൈസസ് റോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ആദ്യമായിട്ട് തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലി, 10 പീസ് ക്ലൗസ് അല്ലെങ്കിൽ ഗ്രാമ്പു, ഒരു 5 ഏലക്ക, കറുവാപ്പട്ട ഒരു 3 ചെറിയ പീസ്, 5 വത്തലമുളക്, 3/4 ടീസ്പൂണോളം പെപ്പർകോൺ അല്ലെങ്കിൽ കുരുമുളക്, 3/4 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം അല്ലെങ്കിൽ ഫെനൽ സീഡ്. ഒരു 1.5 മിനിറ്റ് നേരം നമ്മളുടെ സ്പൈസസ് ചെറിയ തീയിൽ റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത കോക്കനട്ട് ഇതിലേക്ക് ഇടാം. അപ്പോൾ നല്ല രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. നമ്മളിട്ട തേങ്ങയും സ്പൈസസും നല്ല രീതിയിൽ ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ സ്പൈസ് മിക്സ് ഇവിടെ നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കൊരു ഹാൻഡ് ബ്ലെൻഡറിലേക്ക് മാറ്റാം. അടുത്തായിട്ട് റോസ്റ്റ് ചെയ്ത സെയിം പാനിലേക്ക് നമുക്കൊരു 50 ml കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. എണ്ണ ചൂടാതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചറും ഗാർലിക്കും ഇതിലേക്ക് ഇടാം. ജിഞ്ചറും ഗാർലിക്കും ഇട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നമ്മൾ ജിഞ്ചർ ഗാർലിക്ക് നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആയതിനു ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ ഇതിലേക്ക് ഇടാം. ആവശ്യത്തിനുള്ള സോൾട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. വീണ്ടും നമ്മളിട്ട സവോള ഒന്ന് വാടിയതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ടൊമാറ്റോയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇടാം. നമ്മളിട്ട സവോളയും ടൊമാറ്റോ നല്ല രീതിയിൽ സോത്തായി നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതിൽ നിന്നൊരു 1 സ്പൂൺ സവോളയും ടൊമാറ്റോയും എടുത്ത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പൈസ് മിക്സിനുള്ളിലേക്ക് ഇടാം. അതിലൂടെ നമ്മളൊരു 1/4 കപ്പ് കോക്കനട്ട് മിൽക്കും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് അരഞ്ഞ് നല്ല പേസ്റ്റായി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എക്സ്ട്രാ കോക്കനട്ട് മിൽക്ക് ഒഴിക്കുന്നത്. എനിവേ നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ സ്പൈസ് മിക്സ് നല്ല രീതിയിലൂടെ അരച്ചെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഇത് നമ്മളുടെ പാനിലേക്ക് നമുക്കിടാം. 400 ml വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. നമുക്ക് ആ വെള്ളം നമ്മളുടെ പാനിലേക്ക് ഒഴിക്കാം. പാനിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ സോസ് നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം നേരത്തെ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരുന്ന സോയാബീൻ നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ സോസിലേക്ക് ഇടാം. സോസിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ നല്ല രീതിയിൽ തിളച്ച് മുകളിൽ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയും ഡ്രൈ ആക്കണമെന്നില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നല്ലൊരു ബീഫ് റോസ്റ്റിന്റെ ലുക്കാണിത്. അടുത്തായിട്ട് നമുക്കൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. Now we have the final product, soybean curry.
നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. സോയാബീൻ നല്ല രീതിയിൽ കുക്ക് ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചർ ആണ്. പിന്നെ നമ്മളുടെ ഇറച്ചി മസാലയുടെ ടേസ്റ്റ് ആണ് എനിക്ക് വരുന്നത്. ഓൾമോസ്റ്റ് ടേസ്റ്റിലേക്ക് ബീഫിന്റെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നോൺ വെജിന്റെ ടേസ്റ്റ് ആണ് വരുന്നത്. എനിവേ നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി എൻ്റെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ എഴുതി അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മളുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇതൊരു നല്ലൊരു ഡിഷാണ്. വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്കും നോയമ്പ് എടുക്കുന്ന ആൾക്കാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളതും എന്നാൽ അതുമാതിരി തന്നെ നല്ല ടേസ്റ്റുള്ളൊരു ഡിഷാണ്. അപ്പോൾ ഈ ഡിഷ് അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് തംസ് അപ്പ് കൊടുക്കുക. എനിവേ ആൻറ്റിൽ ഐ സീ വിത്ത് എ ഡിഫറെന്റ് വീഡിയോ. ബൈ.